ഹായ് എവരിവൺ, ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം സ്റ്റാർ ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഡോക്ടർ സുഭാഷിനിയാണ്. ഹലോ സുഭാഷിനി, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഡോക്ടർക്ക് എങ്ങനെയാണ് ഈ ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിലുള്ള ഒരു ടൈറ്റിൽ ഇപ്പോൾ കിട്ടിയത്? എങ്ങനെ ഇതിനൊക്കെ സമയം കണ്ടെത്തുന്നു? ആക്ച്വലി ഇപ്പം ഇൻഫ്ലുവൻസർ എന്ന് പറയാൻ ആയിട്ടില്ല, യു ക്യാൻ കോൾ മീ എ ക്രിയേറ്റർ. എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ വർഷമാണ് ഞാൻ ആക്ച്വലി ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തത് 2020 നമ്മൾ ആ കോവിഡിൻ്റെ ടൈമിൽ, ലോക്ക്ഡൗൺ ടൈമിൽ ഒരു ഫണ്ണായിട്ട് ഒരു രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അതായത് എൻ്റെ ബിസി ഷെഡ്യൂൾ ചെയ്യുന്ന എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സ്ഥലം, സ്പേസ് ആയിട്ട് മാത്രം. അങ്ങനെ ചെയ്ത് പിന്നെ എനിക്ക് എഡിറ്റിങ്ങും ഇങ്ങനെയൊക്കെ കുറേ ഇൻട്രസ്റ്റും കാര്യങ്ങളും വന്ന്, എന്നാൽ പിന്നെ നമുക്ക് കുറച്ചും കൂടി, ആദ്യമൊക്കെ നിങ്ങളുടെ എൻ്റെ റീൽസ് കാണുവാണെങ്കിൽ എൻ്റെ കുറേ എക്സ്ട്രാ കരിക്കുലറായിട്ട് ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും താഴെ. പിന്നെ ഞാൻ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാം. പിന്നെ ഈ വർഷമാണ് അതിൻ്റെ ഒരു ആക്ച്വലി സീരിയസ് ആയിട്ട് കണ്ടന്റ് ക്രിയേഷൻ എന്നുള്ളൊരു കാര്യത്തിലേക്ക് ഇറങ്ങിയത് തന്നെ. ഈ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ എങ്ങനെ പഠിച്ചത്? വീഡിയോ എഡിറ്റിംഗ് അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല, അങ്ങനെ കോഴ്സും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ ഇപ്പോൾ വേറെ എഡിറ്റിംഗ് പ്രൊഫൈൽ ഇൻസ്റ്റഗ്രാമിൽ തന്നെ എങ്ങനെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ട്രാൻസിഷൻ എങ്ങനെ ചെയ്യാം, ഇതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ ഞാൻ ജസ്റ്റ് വ്യൂ ചെയ്യും. എന്നിട്ട് പറ്റുവാണെങ്കിൽ അത് ഞാൻ എൻ്റെ വീഡിയോസിൽ അത് റിക്രിയേറ്റ് ചെയ്ത് നോക്കും. ഇപ്പം നമ്മുടെ കോവിഡിന്റെ സമയത്താണ് ഇത് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞില്ലേ, ആ സമയത്തൊന്നും ആരും അങ്ങനെ റീൽസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഏറ്റവും കൂടുതൽ അന്ന് ടിക്ടോക്കുള്ള സമയമായിരുന്നു. ടിക്ടോക്ക് ബാൻ ആയത്. അപ്പോൾ ടിക്ടോക്കിൽ ഉണ്ടായിരുന്നോ? ടിക്ടോക്കിൽ ഇല്ലായിരുന്നു. ടിക്ടോക്ക് ബാൻ ചെയ്തതിന് ശേഷം എനിക്ക് സോഷ്യൽ മീഡിയ ഞാൻ 2020 സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ എനിക്ക് കൂടുതൽ ഫോക്കസ് ഫോട്ടോഗ്രാഫിയിലായിരുന്നു ആദ്യം. പിന്നെ എനിക്കൊരു പിക്സൽസ് അക്കൗണ്ട് ഉണ്ട്, അതിൽ ഞാനിങ്ങനെ ഫോട്ടോസ് എടുക്കും. പിന്നെ കുറേ മാക്രോ ഫോട്ടോഗ്രാഫിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു. അതിന് വേണ്ടി പ്രത്യേക ഒരു ലെൻസ് ഒക്കെ വാങ്ങിച്ചു. വേറെ സ്പെഷ്യൽ ഗാഡ്ജറ്റ്സ് ഒന്നുമില്ല. അന്ന് ഉപയോഗിച്ചിരുന്ന ഒരു ഫോൺ ഹോണർ 9i എന്നുള്ളൊരു ഫോണായിരുന്നു. അത് നമ്മൾ സാധാ ഒരു ഫോൺ, പക്ഷെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫോട്ടോസ് എടുക്കാൻ പറ്റും. മാക്രോ ഫോക്കസ് ചെയ്യാൻ ഒരു ലെൻസും വാങ്ങിച്ചു. ഞാനിങ്ങനെ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യും. നിങ്ങൾ പറഞ്ഞ പോലെ ടിക്ടോക്ക് ഉള്ള സമയത്ത് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ഇല്ല, നമുക്ക് ഒരു സ്ക്വയർ ഷേപ്പിലെ ഫോട്ടോസ് മാത്രം പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു. അപ്പം ആദ്യം അങ്ങനെ തുടങ്ങിപ്പോയി. നിങ്ങൾ പറഞ്ഞ പോലെ ടിക്ടോക്ക് ബാൻ ചെയ്ത സമയത്താണ് എല്ലാവരും റാൻഡം ആയിട്ട് ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ കൂടാതെ തന്നെ ആ സമയത്ത് ഞാൻ ഉൾപ്പെടെ പലരും വേറെ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഡൗൺലോഡ് ചെയ്തു വെച്ചു. പക്ഷെ എന്നാലും പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെന്നെത്തിയത് ഇൻസ്റ്റയിലോട്ടായിരുന്നു. അതെ. വേറെയും കുറേ ടിക്ടോക്കിന് പകരമുള്ള വന്നെങ്കിലും എനിക്ക് തോന്നുന്നു ഇപ്പം അത്ര ഫേമസ് അല്ല. ഇപ്പൊ ഇൻസ്റ്റഗ്രാമിലാണ് ഏകദേശം ടിക്ടോക്ക് പോലെ ഇന്ത്യയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡോക്ടർക്ക് എങ്ങനെ ഇത്രയും സമയം കിട്ടുന്നു? ഇപ്പോൾ പ്രൊഫഷന്റെ ഇടയിൽ ഈ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് എങ്ങനെ സമയം കണ്ടെത്തുന്നു? എന്റർടൈൻമെന്റ് ശരിക്കും പറഞ്ഞാൽ ഡ്യൂട്ടിയും പഠിക്കാനുള്ള കാര്യങ്ങൾ തിരക്ക് തന്നെയാണ്. പക്ഷെ ഇത് എൻ്റെ ഓൺ ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ചെറിയ ടൈം അതിനു വേണ്ടി ഒന്ന് സ്പെൻഡ് ചെയ്യും. വീട്ടിൽ നിന്നും പിന്നെ ഫ്രണ്ട്സിൻ്റെ അടുത്തു നിന്നൊക്കെ സപ്പോർട്ട് നല്ല രീതിക്ക് കിട്ടുന്നുണ്ടോ? ഇത് തുടങ്ങിയ ടൈമിൽ ഞാൻ ഇനീഷ്യലി ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് പോസ്റ്റ് ചെയ്യുന്ന പോലെ നമ്മൾ ഫോട്ടോഗ്രാഫി ആദ്യം പോസ്റ്റ് ചെയ്തു. പിന്നെ ഞാൻ എനിക്ക് ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഡാൻസ് വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇനീഷ്യലി എൻ്റെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിൻ്റെ ഒരു റിയാക്ഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സുഭാഷിനി ഇത് എന്താ ചെയ്യണേ, ഇറ്റ്സ് വെരി അൺപ്രൊഫഷണൽ, അങ്ങനെ ഒരു ഇതായിരുന്നു. പക്ഷെ ഞാനത് മൈൻഡാക്കിയില്ല. ബിക്കോസ് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ് എനിക്ക് ഒരു മൈൻഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യം അന്ന് സപ്പോർട്ടീവ് ഒന്നും അല്ല, പക്ഷെ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ ഫാമിലി അവര് പ്രശ്നമൊന്നുമില്ല. ഐ എം മേക്കിംഗ് വീഡിയോസ് ആൻഡ് പോസ്റ്റിംഗ്, ദേ ആർ ഫൈൻ വിത്ത് ഇറ്റ്. ഞാൻ പഠിച്ചത് ഭരതനാട്യമാണ്. ക്ലാസിക്കൽ പഠിച്ചു, ഫോർ 8 years പഠിച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി ഫോംസ് ഓഫ് ഡാൻസ് ഞാൻ തന്നെ ചെയ്യുന്നതാണ്. ഞാനിപ്പം കണ്ടിടത്തോളം ഏറ്റവും കൂടുതൽ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സിനെ കുറിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഇപ്പം അങ്ങനെ ഡാൻസ് വീഡിയോസ് കാണുന്നില്ല, എന്ത് പറ്റി? ഡാൻസ് വീഡിയോസ് ചെയ്യണം, അതിനുള്ള സമയം കിട്ടുന്നില്ല. പിന്നെ നമ്മളിപ്പോൾ ഏകദേശം ഇൻഫർമേറ്റീവ് അല്ലെങ്കിൽ എൻ്റെ മെഡിക്കൽ ഫീൽഡ് അനുസരിച്ചുള്ളൊരു കണ്ടന്റ് ചെയ്യുന്ന പോലെ, അതുകൊണ്ട് ആ ഫ്ലോയിൽ അങ്ങ് പോവാം. അപ്പോൾ പണ്ട് 8 വർഷത്തോളം ഡാൻസ് പഠിച്ചിരുന്ന ഒരാളാണെന്ന് പറഞ്ഞു. അപ്പോൾ ഡാൻസർ ആവണം എന്ന് ആഗ്രഹിച്ചിട്ട് പഠിച്ചതാണോ? അതായത് ഡാൻസിങ് പ്രൊഫഷൻ ആക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നോ, അതോ ചെറുപ്പം തൊട്ടുള്ള ആഗ്രഹമായിരുന്നു ഈ മെഡിക്കൽ ഫീൽഡ്? ഡാൻസിങ് പ്രൊഫഷൻ ആക്കാനൊന്നും അല്ല. ഡാൻസിങ് അത് ഇപ്പോൾ എന്നെ ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി എന്നുള്ള രീതിയിൽ വീട്ടിൽ ചെറുപ്പം മുതലേ പഠിപ്പിച്ചത് കൊണ്ട് അങ്ങനെ പഠിച്ചതാണ്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു വിഭാഗമാണ്. പിന്നെ മെഡിക്കൽ ഫീൽഡ് അത് ഞാൻ ഭയങ്കര ആഗ്രഹിച്ചെടുത്തതല്ല.
അത് ആസ് യൂഷ്വൽ നമ്മളെ 90s കിഡ്സ് ആണ്. അപ്പോൾ പാരൻസ് ഒന്നല്ലേ മെഡിക്കൽ ഫീൽഡ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ്, ഇതായിരുന്നു 2 ഓപ്ഷൻ. അപ്പോൾ എനിക്ക് മാത്സ് പണ്ടേ ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ ഐ വിൽ ഗിവ് ഇറ്റ് എ ട്രൈ എന്നുള്ള രീതിയിലാണ് മെഡിക്കൽ എൻ്റെ വീട്ടുകാരൻ സജസ്റ്റ് ചെയ്തത് കൊണ്ട് എടുത്തതാണ്. അപ്പോൾ ചെറുപ്പത്തിൽ ആരാവണം എന്നായിരുന്നു ആഗ്രഹം? നമ്മുടെ ടീച്ചേഴ്സ് ഒക്കെ ചോദിക്കില്ലേ സ്കൂളിൽ പഠിക്കുമ്പോൾ? അങ്ങനെ ചോദിച്ചിട്ടുണ്ട്, വലുതാവുമ്പോൾ ആരാവണം? അതെ. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഈ 10th കഴിയുമ്പോൾ നമുക്ക് ഈ ബയോമാക്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ മാത്സ് എന്നുള്ള 2 ഓപ്ഷനാണ് ഉണ്ടായിരുന്നത്. അതിൽ എനിക്ക് കമ്പ്യൂട്ടർ എടുക്കുന്നതായിരുന്നു താല്പര്യം നമ്മൾ 10ാം ക്ലാസ് കഴിയുമ്പോൾ. പക്ഷെ മാത്സ് അവോയ്ഡബിൾ അല്ലായിരുന്നു, അതുകൊണ്ട് അതെന്തായാലും പഠിക്കണം. പിന്നെ ജാവ, C++, ഇതുപോലത്തെ കോഡിങ്ങും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പണ്ടേ എനിക്ക് അതിലൂടെ ഇൻട്രസ്റ്റ് ഉണ്ട് കമ്പ്യൂട്ടർ ഫീൽഡിൽ. അപ്പം ഞാനൊന്ന് വിചാരിച്ചതല്ലോ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആ ഒരു ഫീൽഡിൽ പോകാം, അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റ്. ഈ 2 ഓപ്ഷനായിരുന്നു മൈൻഡിലുണ്ടായിരുന്നത്. പിന്നെ ലേറ്റർ ഓൺ ബാക്കി എല്ലാവരോടും ഡിസ്കസ് ചെയ്ത് എത്തിപ്പെട്ടത് മെഡിസിനിലേക്ക്. ഓക്കെ, അത് വീട്ടുകാരുടെ നിർബന്ധം അല്ലാതെ തന്നെ ഒരു ഇൻട്രസ്റ്റും ഉണ്ടായിരുന്നല്ലോ അല്ലേ എല്ലാവരും അങ്ങനെ? എനിക്ക് ബയോളജി ഇഷ്ടമാണ്, ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ പിന്നെ അതും തിരഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ ഈ പ്രൊഫഷൻ എങ്ങനെ പോകുന്നു? ഹാപ്പി ആണോ? ഹാപ്പി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഇറ്റ് ഇസ് എ വെരി ലോങ് ഡ്യൂറേഷൻ. നിങ്ങളുടെ യൂത്ത് മൊത്തം അതിലേക്ക് പോകും. പിന്നെ ഈ പാഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടാവണം എന്നില്ല, അതൊരു കാര്യമാണ്. പക്ഷെ ഇപ്പം നിങ്ങൾ നിലവിൽ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഇനീഷ്യൽ സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു കോപ്പപ്പ് ചെയ്യാനും ഇതിൻ്റെ സ്ട്രെസ് മാനേജ് ചെയ്യാനൊക്കെ. പിന്നെ ഇപ്പം ഞാൻ ഐ എം സ്ലോലി ലൈക്കിങ് ഇറ്റ്, എല്ലാം അതിൻ്റെ ഒരു ഭാഗമായിട്ട് പോവാണ്. ഞാനൊരു റീല് കണ്ടു, ഡോക്ടേഴ്സിന് ഇന്ത്യ സേഫ് അല്ല, സോ UK ചൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. ഈസ് ഇറ്റ് റിയൽ? ഞാനിപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഞാൻ പഠിക്കുന്ന സമയം മുതൽ ഇൻറ്റേൺഷിപ്പ് മുതൽ ഇപ്പോൾ വരെ നമ്മൾ കുറേ വയലൻസ് ഫേസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഡയറക്റ്റ് ഫിസിക്കൽ അബ്യൂസ് ഫേസ് ചെയ്തു എന്നല്ല, അതല്ലാതെ വെർബലി ഉള്ള അബ്യൂസ് വരെ നമുക്ക് ഹോസ്പിറ്റലുകൾ കാണാൻ പറ്റും. അത് ഡോക്ടർമാരുടെ ഒരു കുറ്റം അല്ലാതെ തന്നെ ആൾക്കാർ എന്താ, ഒരു ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, നിങ്ങളുടെ ഒരു ബ്ലഡിൻ്റെ സാമ്പിൾ എടുത്തിട്ട് നിങ്ങൾക്കൊരു 1/2-3 മണിക്കൂർ വൈകി. അപ്പം അതിൻ്റെ റിസൾട്ട് വൈകി കഴിയുമ്പോൾ പേഷ്യൻ്റ് ബൈസ്റ്റാൻഡർ ഓടി വരുന്ന നമ്മളോട് എന്ത് പറ്റി, കുറേ നേരമായി വൈകി എന്നുള്ള രീതിയിൽ. അപ്പം നമ്മൾ പറയുമ്പോൾ ഇന്നെ ഡിഫിക്കൽട്ടീസ് കൊണ്ട് ഇത് വൈകി. പക്ഷെ നമ്മൾ കോണ്ടാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇത് മനസ്സിലാക്കാതെ ഡയറക്റ്റ് നമ്മൾ ഇവരുടെ അബ്യൂസ് കേൾക്കുന്ന ഇവരുടെ അടുത്താണ്. പക്ഷെ അത് മാനേജ്മെൻറ്റിൻ്റെ പ്രോബ്ലം ആവാം, ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിൻ്റെ ടൈമിംഗ് പ്രോബ്ലം ആവാം, അല്ലെങ്കിൽ ലാബ് ടെക്നീഷ്യൻ്റെ പ്രോബ്ലം ആവാം. പക്ഷേ ഏതൊരു കാര്യം ഹോസ്പിറ്റലിൽ റോങ് ആയിട്ട് സംഭവിച്ചാലും, റിപ്പോർട്ട് വൈകിയാലോ അല്ലെങ്കിൽ എന്തൊരു ചെറിയ കാരണമാണെങ്കിലും ആൾക്കാർ ഓടി വരുന്നത് ചികിത്സിച്ച ഡോക്ടറിന്റെ ടേബിളിലേക്കാണ്. കുറച്ചും കൂടി ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ സൈഡിൽ നിന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ മൂവ് ചെയ്യണം എന്നാണോ പറഞ്ഞു വരുന്നത്? ഇത് ഞാൻ പേഴ്സണലി ഫേസ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ. പിന്നെ അല്ലാതെ നിങ്ങൾ ഇന്ത്യയിൽ മൊത്തമായിട്ട് ഞാനിപ്പോൾ അങ്ങനെ ഒരു റീല് ചെയ്യാൻ കാരണം വെച്ചാൽ വയലൻസ് എലൈസ് ഡോക്ടേഴ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇപ്പം കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണല്ലോ നമ്മളൊരു ഡോക്ടറിനെ ഒരു പേഷ്യന്റ് കുത്തിക്കൊന്നതൊക്കെ. അതെ, ഡോക്ടർ വന്ദന അതെ, ഒരു 2 കൊല്ലം ഉണ്ടാവും സംഭവിച്ചിട്ട്. അപ്പം അത് പേഷ്യന്റിന്റെ സൈഡിൽ നിന്ന് സംഭവിച്ചു. പ്രോപ്പറായിട്ട് പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നില്ല, ഇപ്പോഴും പല ഹോസ്പിറ്റലുകളിൽ ഇല്ല. ഇപ്പൊ ഇതൊക്കെ കൊണ്ട് നമ്മൾ എന്തുകൊണ്ടും വേറൊരു കൺട്രി പ്രിഫർ ചെയ്യുമ്പോൾ അവിടെ ഈ കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. അതായത് പ്രൊട്ടക്ഷൻ ഫോർ ഹെൽത്ത് കെയർ വർക്കേഴ്സ് എന്നുള്ളത് മാത്രമല്ല, ഇത് പറഞ്ഞപ്പോഴാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് കോട്ടയത്ത് ആ ഒരു ഹോസ്പിറ്റൽ ബിൽഡിംഗ് ഇടിഞ്ഞു വീണ് ബിന്ദു എന്നുള്ള ഒരു സ്ത്രീ മരണപ്പെട്ടത്. അതെ അതെ, അതൊക്കെ നമ്മുടെ ഒരു മെഡിക്കൽ ഫീൽഡിന്റെ വീഴ്ചകൾ തന്നെയാണ്. അതെ അതെ. അപ്പൊ ആ ഒരു ബേസിസും എല്ലാം, അതായത് എനിക്ക് പേഴ്സണലി അത്ര സേഫ് ആയിട്ട് തോന്നാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ഇത് വെച്ചത്. ശരി, അപ്പോൾ എന്തുകൊണ്ട് UK ചൂസ് ചെയ്തു? ഇപ്പം പോവുകയാണെങ്കിൽ വേറെ ഒരുപാട് കൺട്രീസ് ചൂസ് ചെയ്യാറുന്നില്ലേ? UK ഓപ്ഷൻ എങ്ങനെ മൈൻഡിലേക്ക് വന്നു? UK ഓപ്ഷൻ വരാൻ കുറേ ഉണ്ട്. നമുക്ക് USA ഉണ്ട്, ഓസ്ട്രേലിയ ഉണ്ട്, UK കുറേ ഓപ്ഷൻസ് ഉണ്ട്, ദുബായ്, UAE ആ സൈഡിലുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ എന്ന് വെച്ചാൽ ഒന്ന് ഫാസ്റ്റ് ആയിട്ട് നമുക്കൊരു കൺട്രിയിലേക്ക് എത്താം എന്ന് നോക്കിയപ്പോൾ വിത്ത് ടൈം മാനേജ്മെന്റ് എനിക്ക് ആ ടൈമിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് 2022 അപ്പോൾ ഇംഗ്ലീഷ് എക്സാം ഒക്കെ കഴിഞ്ഞ് അപ്പോൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് തോന്നി ഓക്കെ കുറച്ച് ഈസിയർ ആയിട്ട് നമുക്ക് ഈ കൺട്രിയിലേക്ക് എത്താൻ പറ്റും എന്ന് തോന്നി ചൂസ് ചെയ്തതാണ്. ബാക്കിയെല്ലാം കുറച്ചും കൂടി ലോങ് പീരീഡ് ആയിരുന്നു. അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഞാൻ ബിഫോറേ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ എൻ്റെ ഒരു കൺവീനിയൻസ് വെച്ചിട്ടാണ് ഞാൻ UK ചൂസ് ചെയ്തത്, അല്ലാതെ വേറെ അങ്ങനെ അധികം ബെനിഫിറ്റ്സ് ഉണ്ടായിട്ടല്ല. പിന്നെ വേറൊരു കൺട്രിയിൽ പോയി അവരുടെ ഹെൽത്ത് കെയർ മാനേജ്മെൻറ്റും കാര്യങ്ങളും പഠിക്കുക. അപ്പോൾ വൈഡായിട്ട് നമ്മൾ, അതായത് ഈ കൺട്രിയിൽ നിന്ന് വേറെ കൺട്രി പോകുമ്പോൾ കുറേ കാര്യങ്ങൾ ചേഞ്ചും
കാര്യങ്ങളുണ്ടല്ലോ, അപ്പൊ അതൊക്കെ അറിയണം എന്നുള്ളൊരു ഇൻട്രസ്റ്റും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ചൂസ് ചെയ്തതാണ്. UK ലൈഫ് എങ്ങനെയായിരുന്നു? UK ഞാൻ രണ്ടാമത്തെ ലൈസൻസിങ് എക്സാം എഴുതാൻ പോയപ്പോഴാണ് ഏകദേശം ഒരു 4 മാസം ഞാൻ അവിടെ സ്പെൻഡ് ചെയ്തു. ആദ്യം നമ്മൾ ഒരു സമ്മർ ആ ടൈമിലാണ് പോയത്. അപ്പൊ ആദ്യം മറ്റേ ഫോർ 8 or 9 o'clock വരെയൊക്കെ നല്ല വെളിച്ചമായിരിക്കും. നൈറ്റ് 8 or 9 ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ഒരു ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ഒരു ഒരു സ്പ്രിങ് ഓട്ടം ഒക്കെ ആകുമ്പോൾ പതിയെ നമ്മൾ ഇന്ത്യൻ സൺറൈസ് 6 to 6:30. അതായത് നമുക്ക് ഭയങ്കര എന്താ പറയാ ക്ലൈമറ്റും അതേപോലെ പുറത്തു പോയാൽ എപ്പോഴും ഏകദേശം തണുപ്പാണ്, പക്ഷെ സണ്ണി ആണെങ്കിൽ അതേ സമയം ഏകദേശം ഭയങ്കര ഹോട്ടാണ് വെതർ. പിന്നെ ഫുഡിന്റെ കാര്യമായിരുന്നു എനിക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ അവിടുത്തെ കുറെ കാര്യങ്ങൾ വളരെ ബ്ലാൻഡ് ആണ്, അത്ര ടേസ്റ്റ് ഒന്നുമില്ല. നമുക്ക് എപ്പോഴും നമ്മുടെ ഇന്ത്യൻ സ്പൈസി ഫുഡൊക്കെ പ്രിഫർ ചെയ്യുമല്ലോ, അപ്പൊ വേറെ അങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഇപ്പൊ ഡോക്ടർ ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നത് എവിടെയാണ്? നാട്ടിൽ? ഞാൻ തമ്മനത്തൊരു ഹോസ്പിറ്റലിലാണ് മെഡിക്കൽ ഓഫീസർ. ഓക്കെ. ഇനി ഫ്യൂച്ചർ കരിയർ പ്ലാൻസ് എന്തൊക്കെയാണ് ഡോക്ടറുടെ? ഇപ്പോൾ കറന്റ്ലി UKയുടെ ലൈസൻസിങ് എക്സാം ഒക്കെ കഴിഞ്ഞ് ഞാനൊരു ജോബ് ഹണ്ടിങ് പ്രോസസ്സിലാണ്. പക്ഷെ ഇതുവരെ സക്സസ്ഫുള്ളി ഒരെണ്ണം ലാൻഡ് ചെയ്തിട്ടില്ല. പിന്നെ ഫർദർ ആയിട്ട് ഫിസിഷ്യൻ ആവാനുള്ള ഒരു പ്ലാനിലാണ്. അപ്പോൾ MRCP എക്സാംസ്, അതായത് UK അതേ പാത്വേയിൽ തന്നെ അതന്നെ ചൂസ് ചെയ്ത് പോകാനാണ്. ഫ്യൂച്ചർ UK തന്നെ സെറ്റിൽ ആവാനാണല്ലേ താല്പര്യം? സെറ്റിൽ ആവണം അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടില്ല. നമ്മളൊരു എഡ്യൂക്കേഷനിൽ ഒരു ബേസിസിൽ പോകുമ്പോൾ അങ്ങനെ പോവാണ്. ലൈക്ക് സെറ്റിലിംഗ് നമുക്കത് പറയാൻ പറ്റില്ല, ഫ്യൂച്ചറിൽ അത് എങ്ങനെയായിരിക്കും. സുഭാഷിനിയുടെ പ്ലാബ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? പ്രിപ്പറേഷൻസ് ആദ്യം നമ്മളൊരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് എഴുതണം. അതിനുശേഷമാണ് നമ്മൾ ജനറൽ മെഡിക്കൽ കൗൺസിൽ എന്നുള്ളൊരു വെബ്സൈറ്റിൽ നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ആഫ്റ്റർ അപ്ലോഡിങ് ദി ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ പ്ലാബ് 1, 2, അതായത് ആദ്യം ഇത് പ്ലാബ് എന്നായിരുന്നു അതിന്റെ പേര്. പ്ലാബ് 1, 2 UK ഒരു ലൈസൻസിങ് എക്സാം. ഇപ്പൊ UKMLA എന്നാണ് അത് അറിയപ്പെടുന്നത്. UKMLA 1 and 2. UKMLA 1 എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ സാധാ ഒരു എൻട്രൻസ് എക്സാം എന്നുള്ള രീതിയിൽ, പക്ഷെ കമ്പ്യൂട്ടർ അല്ല, നമ്മൾ OMRന്റെ മാർക്ക് ചെയ്യുന്ന പോലെ സർക്കിൾ ചെയ്ത് പോകുന്ന ഒരു എക്സാം ആണ്. അതിൽ നമ്മൾ 3 മണിക്കൂർ 180 ക്വസ്റ്റ്യൻസ് ആണ് അതിൽ വരുന്നത്. അത് അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള പരീക്ഷയാണ്. അത് 26,000 ആയി ഞാൻ ഫസ്റ്റ്. ഇപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്ക് ശരിക്കും ഇന്ത്യനെക്കാട്ടിലും ഇങ്ങനെ ഒരു ഫോറിൻ കൺട്രിയിലാണ് നമ്മുടെ കരിയർ ഗ്രോത്തിന് കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്നത്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയുവാണെങ്കിൽ, ഇന്ത്യയിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ് മിക്കവാറും റിസർച്ച് അല്ലെങ്കിൽ ക്ലിനിക്കൽ ഓഡിറ്റ്സ് പോലെ കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യുന്നതോ ഉള്ളത് വളരെ കുറവാണ്. പക്ഷെ നേരെ സംബന്ധിച്ചും വേറെ ഫോറിൻ കൺട്രീസിലാണെങ്കിൽ ഈ റിസർച്ചും ക്ലിനിക്കൽ ഓഡിറ്റ്സും അവരുടെ ഹോസ്പിറ്റൽ ഇംപ്രൂവ് ചെയ്യാനുള്ള പല കാര്യങ്ങളും, അതായത് എപ്പാർട്ട് ഫ്രം ട്രീറ്റിംഗ് ദ പേഷ്യൻറ്റ്, ഇത് ഒരുപാട് നടക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചും കൂടി വേറെ രാജ്യത്തിൽ പോയി നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അത് അതിൻ്റെ എക്സ്പോഷർ തന്നെ വേറെ ഒരു ഇത് തന്നെയായിരിക്കും. ഷിഫാലി പരാഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് മരണപ്പെട്ട വാർത്തയൊക്കെ ഇന്ത്യ മൊത്തം ഉണ്ടായിരുന്നു. അവര് യൗവനം നിലനിർത്താൻ വേണ്ടി ഒരു ട്രീറ്റ്മെന്റ് ചെയ്തു, ഗ്ലൂട്ടത്തൈൻ മെഡിസിൻസ് എടുക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ഹാർട്ട് അറ്റാക്ക് വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും ആ ഒരു മെഡിസിന്റെ സൈഡ് എഫക്റ്റ് തന്നെയാണോ ഇങ്ങനെ സംഭവിക്കാൻ കാരണം, അതോ മറ്റെന്തെങ്കിലും റീസൺ ആയിരിക്കുമോ? ഈ യൗവനം നിലനിർത്താന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ഇന്ന് ഒരുപാട് കോസ്മെറ്റിക്സ്, ഒരുപാട് ട്രീറ്റ്മെന്റ്സിന്റെ പുറകെ പോകുന്നുണ്ട്. അതിനെ കുറിച്ച് എന്താ ഡോക്ടർക്ക് പറയാനുള്ളത്? ലൈക്ക് ഞാൻ അതിൽ സ്കിന്നിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടില്ല. അപ്പം എന്നാലും എൻ്റെ ഒരു ഒപ്പീനിയൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ ഉദ്ദേശിച്ച റീല് നമ്മൾ അധികം യങ്ങർ ആവാൻ, നമ്മൾ ഓൾഡ് ഏജ് കൂടുമ്പോൾ എന്താ നമ്മൾ കുറച്ചും കൂടി സൗന്ദര്യം കൂടുതലാക്കണം എന്നുള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങൾക്ക് തന്നെ ഒരുപാട് കോസ്റ്റ് അധികമാവുന്ന കാര്യങ്ങളാണ്. ഒരു ചെറിയ പ്രൊസീജിയർ ആണെങ്കിലും ചെറിയൊരു കെമിക്കൽ പീലിംഗ് ആണെങ്കിലും അതിന്റെ കോസ്റ്റ്, അതാണ് ഞാൻ ആ മൊത്തം റീല് കൊണ്ട് ഉദ്ദേശിച്ചത്. പിന്നെ നിങ്ങൾ ചോദിച്ച ഗ്ലൂട്ടത്തയോൺ അതിപ്പോൾ വളരെ ട്രെൻഡിങ് ആണ്. അതായത് സ്കിൻ ലൈറ്റനിങ് പർപ്പസ് എന്നാണ് ഇതിന്റെ ഏകദേശം കാര്യം, അങ്ങനെയാണ് വരുന്നത്. അത് ഒരു ആന്റി ഓക്സിഡന്റ് പോലെയുള്ള എഫക്റ്റ് ഉണ്ട്. ഗ്ലൂട്ടത്തയോൺ എന്ന് പറയുന്നത് നമ്മൾ അത് ആവശ്യമുള്ള ചില ആൾക്കാർക്ക് മാത്രം കൊടുക്കുന്നതിൽ നിന്ന് മാറി ഇപ്പം എല്ലാം സ്കിൻ ലൈറ്റനിങ്ങിന് ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ സൈഡ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതൊന്നും ഒരു റിസർച്ചിൽ പ്രോപ്പറായിട്ട് ഇന്നതാന്ന് പറഞ്ഞ് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾ സാധാരണ ആലോചിക്കുവാണെങ്കിൽ ഒരു വിറ്റാമിൻ്റെ ഗുളിക എടുക്കുവാണെങ്കിലും എന്തൊരു സാധനവും ഒരളവിൻ്റെ കൂടുതൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ഒരു ടോക്സിസിറ്റി ഉണ്ടാവും. അതായത് മരുന്ന് എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു ഇതിൽ മാത്രമേ പോകാൻ പാടുള്ളൂ. അതിൻ്റെ താഴെയാണെങ്കിലും ഇഫക്റ്റ് അല്ല, അതിൻ്റെ മുകളിൽ പോയാൽ അതിൻ്റെ
ടോക്സിറ്റി ഉണ്ടാവും. ഇതിന്റെ ഡയറക്റ്റ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ മരണത്തിന് കാരണമാവോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അത് വേറെ കുറെ ഫാക്ടേഴ്സ് അതിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പൊ ഡയറക്റ്റ് ഈ ഇഞ്ചക്ഷൻ എടുത്തത് കൊണ്ട് മാത്രം അങ്ങനെ പറയാൻ, ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. അപ്പൊ നിലവിൽ ഇപ്പൊ ഈ ഒരു ഇഞ്ചക്ഷൻ കാരണം ഇങ്ങനെ മരണപ്പെടും എന്നുള്ള സ്റ്റഡീസും കാര്യങ്ങളും തന്നെ ഇപ്പൊ നിലവിലില്ല. പിന്നെ ഡയബറ്റീസിന്റെ മറ്റൊരു വീഡിയോ കണ്ടു. പല പല ടെസ്റ്റുകൾ, ഇപ്പൊ ഷുഗർ നമ്മൾ രാവിലെ ലാബിൽ പോകുന്നു, ഫുഡ് കഴിക്കുന്നതിന് മുമ്പായിട്ട് ഷുഗർ ടെസ്റ്റ് ചെയ്യുന്നു, പിന്നെ ലാബിൽ അവർ പറയും ഫുഡ് കഴിച്ചിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വരുമെന്ന്. അപ്പൊ ഇവര് എന്തൊക്കെ ടെസ്റ്റുകളാണ് എടുക്കുന്നതെന്ന് നമുക്ക് വലിയ ധാരണയില്ല. അതെ അതെ. അപ്പൊ അതിനെ കുറിച്ച് ഒത്തിരി പേരുകൾ അന്ന് ഒത്തിരി ടേംസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടോ? നമുക്ക് ഡയബറ്റിസ് പേഷ്യൻസ് വരുമ്പോൾ നമ്മൾ എല്ലാ 2 അല്ലെങ്കിൽ 3 മന്ത്സ് കൂടുമ്പോൾ ഒരു സീരീസ് ഓഫ് ടെസ്റ്റ്സ് അവർക്ക് പറയാറുണ്ട്. അതിൽ ഇപ്പൊ റീലിൽ പറഞ്ഞ ഇതാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ FBS എന്ന് പറയും. പിന്നെ പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ, അത് PPBS എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ റാൻഡം ബ്ലഡ് ഷുഗർ, റാൻഡം ആ പേര് തന്നെ റാൻഡം ആണ്. ലൈക്ക് നിങ്ങൾ പോയിട്ട് ഏതെങ്കിലും ഒരു സമയത്ത് പോയിട്ട് ആ ബ്ലഡ് എടുക്കാം, അതാണ് അതിൻ്റെ ഒരു പർപ്പസ്. പിന്നെ HbA1c, അത് ആ ടെസ്റ്റ് 3 മാസത്തെ ഷുഗർ ലെവൽ നമ്മുടെ ബോഡിയിൽ കൺട്രോൾ അറിയിക്കുന്ന ഒരു ടെസ്റ്റാണ്. 4 ടൈപ്പാണ് നമ്മൾ ചെയ്യിപ്പിക്കുന്നത്. അതും ഓരോ ആവശ്യം അനുസരിച്ച് ഓരോ പേഷ്യൻറ്റിന് ഏത് സമയത്ത് ഏതാ വേണ്ടതെന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. മോസ്റ്റ്ലി FBS PPBS എന്ന് പറഞ്ഞ ടെസ്റ്റ് പേഷ്യൻറ്റിനോട് നമ്മൾ എല്ലാ 2 മാസവും അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ ചെയ്യാൻ പറയും. 3 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ HbA1c എന്ന് പറഞ്ഞ ടെസ്റ്റും കൂടി ചെയ്യും. അതായത് 3 മാസം ഈ പേഷ്യൻ്റ് ഷുഗർ ലെവൽ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി. ഫാസ്റ്റിംഗ് പറഞ്ഞ പോലെ മോർണിംഗ് നമ്മുടെ ബോഡി എങ്ങനെയാണ് ഷുഗർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നറിയാനാണ്. വിത്തൗട്ട് ഫുഡ്, അതായത് ഫാസ്റ്റിംഗ് ഒരു 8 hours ഉണ്ടാവും. PPBS എന്ന് പറയുന്നത് 1.5 അല്ലെങ്കിൽ 2 മണിക്കൂർ കഴിഞ്ഞ് ഭക്ഷണത്തിന് ശേഷം നിങ്ങളൊരു ഫുഡ് കഴിച്ചതിന് ശേഷം ബോഡി എങ്ങനെയാണ് ഷുഗർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നെ ഈ റാൻഡം ബ്ലഡ് ഷുഗർ, ഇതിപ്പോൾ നമ്മൾ ഡയബറ്റിക് അല്ലാത്തവർക്കും നമ്മൾ ജസ്റ്റ് എഴുതും റാൻഡം ബ്ലഡ് ഷുഗർ എത്ര ഉണ്ട്, അതിനും ഒരു അളവുണ്ട്, നോർമൽ സ്കെയില്. അതിൽ കൂടുതലാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. നമ്മള് ഡെയിലി വീടുകളിലൊക്കെ ഗ്ലൂക്കോമീറ്റർ വെച്ച് ഇങ്ങനെ കുത്തി നോക്കി ടെസ്റ്റ് ചെയ്യുന്നില്ലേ, അതിനാണോ ഇങ്ങനെ റാൻഡം ബ്ലഡ് ഷുഗർ എന്ന് പറയുന്ന? അത് GRBS, അതായത് നമ്മൾ സ്പോട്ടില്, അത് നമ്മൾ ഇപ്പൊ കുത്തി നോക്കുന്ന അതിൽ നിന്ന് നോക്കാം, അല്ലെങ്കിൽ ലാബിൽ വിട്ടും നമുക്കത് പരിശോധിക്കാം. 2 രീതിയിൽ പരിശോധിക്കാം. ഹോസ്പിറ്റൽസിലാണെങ്കിലും പേഷ്യൻസ് അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് അവർ വന്ന് ഷുഗർ പ്രഷറൊക്കെ ചെക്ക് ചെയ്യും. അപ്പൊ ഇതുപോലെയാണല്ലോ അവർ ടെസ്റ്റ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ആളുടെ ഷുഗർ ഇപ്പൊ അറിയണം. ലാബിൽ വിട്ട് 1/2 മണിക്കൂർ നിൽക്കാൻ നമുക്ക് പറ്റൂല. സ്പോട്ടിൽ ഒരു പ്രശ്നമുണ്ട്, അപ്പൊ നിങ്ങൾ തല കറങ്ങി വീണു, അപ്പൊ നിങ്ങൾക്ക് ഒരു ഷുഗർ കുറയുന്ന ഒരു കാരണം കൂടി അതിൽ ഉൾപ്പെടും. അതെ. അപ്പൊ നമുക്ക് സ്പോട്ടിൽ GRBS എന്ന് പറഞ്ഞ ടെസ്റ്റ് നിങ്ങൾ പറഞ്ഞ പോലെ ആ സ്ട്രിപ്പ് ഉപയോഗിച്ച് നമുക്ക് നോക്കാം. പലർക്കും ഈ തലകറക്കം ഫീൽ ചെയ്യുമ്പോൾ ഷുഗർ കുറഞ്ഞിട്ടാണോ കൂടിയിട്ടാണോ അതോ BP കുറഞ്ഞിട്ടാണോ കൂടിയിട്ടാണോ എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട് വരാറുണ്ട്. കാരണം രണ്ടിനും തലകറക്കം തന്നെയാണ് എല്ലാവർക്കും, ഒട്ടുമിക്ക ആൾക്കാർക്കും വരാറുള്ളത്. അപ്പൊ ഇത് സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് എന്തെങ്കിലും മാർഗമുണ്ടോ? ഇപ്പൊ ചിലരൊക്കെ കാണാം ഷുഗർ കുറഞ്ഞതാന്ന് വിചാരിച്ച് പെട്ടെന്ന് എന്തെങ്കിലും മിഠായോ പഞ്ചസാര എന്തെങ്കിലും സ്വീറ്റ്സ് എന്തെങ്കിലും കഴിക്കും തല കറങ്ങുമ്പോ. ചിലര് ഇനിയിപ്പം BP ആണെന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ ഉപ്പിട്ട എന്തെങ്കിലും വെള്ളം, നാരങ്ങ വെള്ളം എന്തെങ്കിലും കുടിക്കും. അപ്പോൾ ശരിക്കും ചില ആൾക്കാർക്ക് കൺഫ്യൂസ്ഡ് ആവും, ഇത് എന്ത് വന്നിട്ടുള്ള തലകറക്കാന്ന് അറിയാതെ പോകാറുണ്ട്. ചിലർ രണ്ടും കൂടി മിക്സ് ചെയ്ത് ഉപ്പും പഞ്ചസാരയും രണ്ടും കൂടി ഇട്ട് കുടിക്കുന്നതും കാണാറുണ്ട്. അപ്പൊ ഇത് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ? ഇപ്പൊ നിങ്ങൾ തലകറക്കം എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു സിംറ്റം പല രീതിയിലും വരാം. ഇത് നിങ്ങൾ പറഞ്ഞതല്ലാതെ ഒരു വൈഡ് റേഞ്ച് ആണ്, പല ഡിസീസിലും വരും. അപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ഒന്ന് പ്രഷർ കുറയുന്ന സംഭവം, അതിൽ വരാം. പ്രഷർ കുറയുമ്പോൾ ഇത് ഇങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം അല്ല, ചിലപ്പോൾ ഒരു 2-3 days ബിഫോർ ഇങ്ങനെ ഇരിക്കുമ്പോൾ എണീക്കുമ്പോൾ കുനിയുമ്പോൾ നിവരുമ്പോൾ, അല്ലെങ്കിൽ അധികം അവരെ വെള്ളം കുടിക്കാതെ വരുമ്പോഴോ, അല്ലെ അങ്ങനെ പല സാഹചര്യത്തിൽ ഇത് വരാം. അപ്പൊ തലകറക്കം ഈ പറഞ്ഞ പോലെ ഹൈപ്പോടെൻഷൻ എന്നുള്ളൊരു കേസിൽ വരാം. പിന്നെ ഈ ചെവിയില് എന്തെങ്കിലും ഇയർ ബാലൻസ് തലകറക്കം നമുക്ക് പൊതുവെ വരുന്നത് ഈ ഇപ്പൊ നിന്ന് കഴിയുമ്പോൾ ഈ റൂം മൊത്തം കറങ്ങുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ചുറ്റിലും കറങ്ങി നമ്മളെ വീഴാൻ പോകുന്ന പോലെ ഒരു സാഹചര്യമാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി ഷുഗർ കുറഞ്ഞു പോകുന്ന രീതിയിലെ തലകറക്കമാണെങ്കിൽ നമുക്ക് എന്താണ്, ഷുഗർ കുറയുകയാണ്, അപ്പോൾ കണ്ണ് മങ്ങി ഇരുണ്ട് പതിയെ നിങ്ങളുടെ കോൺഷ്യസ് ലെവൽ ഇങ്ങനെ പതിയെ അങ്ങനെ പോകും, പെട്ടെന്ന് വീഴും. അങ്ങനെ ഒരു സാഹചര്യം. ചിലർക്ക് ഈ കോവിഡ് ടൈമിൽ കുറെ വാക്സിനേഷൻസ് ഒക്കെ നടന്നപ്പോൾ കുറേ യങ് ആയിട്ടുള്ള ഒരു 10 to 15 ആ റേഞ്ചിലുള്ള തലകറങ്ങി വീഴുമായിരുന്നു ഇഞ്ചക്ഷൻ കഴിഞ്ഞിട്ട്. അതായത് ആ പെയിൻ ഇൻഡ്യൂസ്ഡ് വരുന്ന
ആ ഒരു തലകറക്കമാണ് ആ സമയം. അപ്പം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ലിംബ് എലവേറ്റ് ചെയ്യുക, അതായത് 2 കാലും പൊക്കുക, BP നോർമലൈസ് ചെയ്യുക. നമുക്ക് പെട്ടെന്ന് ആ ഒരു സിറ്റുവേഷനിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെഷർമെന്റ് ആണ്. അതേപോലെ ഹൈപ്പോടെൻഷന് നമ്മളെന്താ പ്രഷർ കുറയുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ കാലൊക്കെ പൊക്കി കഴിയുമ്പോഴത്തേക്കും കുറച്ച് രീതിയിലാവും. ഇനി ഈ മറ്റേ തലകറക്കം ഒന്ന് ഹാർട്ടിന്റെ ബുദ്ധിമുട്ട് വരുമ്പോഴും വരാം കുറച്ച് പ്രായമുള്ള ആൾക്കാർക്ക്. പിന്നെ എന്തെങ്കിലും നമുക്ക് CVA സ്ട്രോക്ക് എന്ന് പറയും, അതിലും ഒരു സിൻകോപ്പ് എന്നാണ് ആ സിംറ്റത്തിന് പറയുന്നത്. ഇതും പല പല ടൈപ്പിലാണ് തലകറക്കം ഫീൽ ചെയ്യുന്നത്. പക്ഷെ ഇതെല്ലാം നമ്മളൊരു ഹോസ്പിറ്റലിൽ എത്തിയതിനു ശേഷം നിങ്ങളുടെ വൈറ്റൽസ്, അതായത് BP, പൾസ് റേറ്റ്, ഓക്സിജന്റെ സാച്ചുറേഷൻ, ഗ്ലൂക്കോസ് ലെവൽ, ഇതെല്ലാം നമ്മൾ ഇനീഷ്യൽ ഒരു പരിശോധിച്ചതിന് ഒരു കൺക്ലൂഷനിലാണ് എത്തുന്നത്. ECG അടക്കം നമ്മൾ എടുത്ത് ഇതെല്ലാം നോർമൽ ആണോ നോക്കിയിട്ട് നമുക്ക് ഏകദേശം മനസ്സിലാക്കാം. എന്താ ഇപ്പൊ ഇച്ചിരി ചെറിയൊരു പേയ്മെന്റ് വ്യത്യാസമുണ്ട്, ഏകദേശം 1 ഇയർ ആയി. കൂടുതൽ കുറവോ? കൂടി അഫ്കോഴ്സ് അങ്ങനെ ആയിരിക്കുമല്ലോ, കൂടി. ഇനി PLAB 2 എന്ന് പറയുന്നത് ഇത് പാസ്സായതിനു ശേഷം പ്രാക്ടിക്കലാണ്. ഇതിന്റെ പ്രാക്ടിക്കലായിട്ട് നമ്മുടെ ക്ലിനിക്കൽ സ്കിൽ എത്രയുണ്ടെന്ന് അവര് അത് ഫോക്കസ് ചെയ്തിട്ട് ഒരു 8 സ്റ്റേഷൻസ് അടങ്ങിയ ഒരു എക്സാം ആണ്. അതിന് വേണ്ട നമുക്ക് കോച്ചിങ് ഒക്കെ എടുക്കാം. UK തന്നെ അതിന്റെ കുറെ അക്കാഡമീസ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള അക്കാഡമി ചൂസ് ചെയ്തതിനു ശേഷം നമുക്ക് 1 മന്ത് ട്രെയിനിങ് കഴിഞ്ഞിട്ട് നമുക്ക് അത് ഞാൻ 1 മന്ത് എടുത്ത്, ചിലർക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ടൈം അക്കാഡമിയിൽ സ്പെൻഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ എക്സാം കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എക്സ്ട്രാ ആയിട്ട് നമുക്ക് ലൈഫ് സേവിങ് സർട്ടിഫിക്കറ്റ്സ്, അതായത് ALS എന്നൊരു കോഴ്സ് ഉണ്ട്. അപ്പോൾ അവിടെ ഞാൻ UK തന്നെ ALS കോഴ്സ് ആണ് അറ്റൻഡ് ചെയ്തത്. അപ്പൊ അങ്ങനെ കോഴ്സുകൾ നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ഓക്കെ. അപ്പോൾ ഈ കോഴ്സിന്റെ ഒക്കെ ഡ്യൂറേഷൻ ഒക്കെ എങ്ങനെയാ? ഈ ട്രെയിനിങ് കോഴ്സാണോ? അതെ. എക്സാം എന്ന് പറയുന്നത് നമ്മൾ പ്രയർ ആയിട്ട് ബുക്ക് ചെയ്യും, ഇന്ന ഡേറ്റിൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബുക്ക് ചെയ്യുന്നതാണ്. അപ്പൊ ഈ ഡേറ്റിൽ എക്സാം ആണ്. ഈ കോച്ചിങ് അതനുസരിച്ച് നമ്മൾ പാക്കേജ് 1 ഇയറിലുള്ളവർ 1 ഇയർ എടുക്കും, 6 മാസം വേണ്ടവർ അല്ലെങ്കിൽ 3 മാസം, അത് അവരവരുടെ പ്രിഫറൻസ് അനുസരിച്ച് നമുക്ക് അതിന്റെ ഡ്യൂറേഷൻ ചൂസ് ചെയ്യാം. അങ്ങനെ. ഓക്കെ. ഇപ്പം നമ്മൾ നേരത്തെ ഡാൻസിങ്ങിനെ കുറിച്ചും ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു. പക്ഷേ ഇപ്പോൾ കൂടുതലായിട്ടും മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ്സ് ആണ് അധികം ഇപ്പോൾ ഷൂട്ട് വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഡാൻസിലേക്ക് ഇനി പോകാൻ താല്പര്യമുണ്ടോ, അല്ല സമയക്കുറവാണോ? അങ്ങനെയൊന്നും ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെയല്ല, ഇത് ചെയ്യും അത് ചെയ്യില്ല, അങ്ങനെയല്ല. എനിക്ക് ഇഷ്ടമുള്ള കാര്യം ഇപ്പോഴും അത് തന്നെയാണ്. പണ്ട് ഞാൻ എന്താലോചിച്ചിട്ടാണോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ള ഒരു പ്ലാറ്റ്ഫോം പോലെ. അപ്പൊ അതിനൊരു എനിക്ക് ചാൻസ് ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ അതും ചെയ്യും. അങ്ങനെ ഒത്തിരി സ്റ്റേജ് പെർഫോമൻസസ് ഒക്കെ ചെയ്തിട്ടുണ്ടോ? പണ്ട് സ്കൂളിലും പഠിക്കുമ്പോൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. എന്റെ ലാസ്റ്റ് സ്റ്റേജ് പെർഫോമൻസ് 2015 കോളേജിൽ. പിന്നെ അത് ഏകദേശം 10 വർഷമായി. അതിനുശേഷം പിന്നെ സ്റ്റേജ് പെർഫോമൻസ് ആയിട്ടില്ല. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഇത്രയും ഒരു ഗ്യാപ്പ് വന്നത്? അല്ല, അത് സാഹചര്യം കൊണ്ട് അങ്ങനെ വന്നതാ, നമ്മളായിട്ട് വിചാരിച്ചതല്ല. അങ്ങനെ വേറെ ഒരു ഓപ്പർച്യൂണിറ്റിയോ അങ്ങനെ ചെയ്യാനുള്ളൊരു അങ്ങനെ ഒന്നും കിട്ടാത്തതുകൊണ്ട് അങ്ങനെ പോയി. അപ്പൊ ഇനിയൊരു അവസരം കിട്ടുവാണെങ്കിൽ ഏത് ചൂസ് ചെയ്യും? അതായത് ഇപ്പം നിങ്ങൾക്ക് ഇൻഫ്ലുവൻസർ, ഈ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം, അല്ലെങ്കിൽ പഴയ പോലെ പണ്ടത്തെ ആ ഒരു ഡാൻസ്, ഈ രണ്ട് ഓപ്ഷൻ തരികയാണ്, ഒരെണ്ണം ചൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയാം, ഏത് ചൂസ് ചെയ്യും? അല്ല, എൻ്റെ അക്കൗണ്ട് തന്നെ മിക്സ്ഡ് ആണ്. ബോത്ത് ആ ഒരു ഫൺ കണ്ടന്റും ഉണ്ട്, അറ്റ് സെയിം ടൈം ഞാനിപ്പോൾ ഒരു ഇൻഫർമേറ്റീവ് കണ്ടന്റിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ ചൂസിങ് അല്ല, ഞാൻ പറഞ്ഞ പോലെ ഐ വിൽ ലൈക്ക് ടു ഡു ബോത്ത്. അത് എൻ്റെ ഒരു ടൈമും എൻ്റെ ഒരു മൂഡൊക്കെ അനുസരിച്ച് ഇപ്പം എനിക്കിത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഒരു കണ്ടന്റ് അങ്ങനെ എടുക്കാന്നുള്ള രീതിയിലാണ് പോകുന്നത്. നിലവിൽ അങ്ങനെയാണ്. ഓക്കെ. ഇപ്പം നമ്മുടെ യൂത്തിൻ്റെ ഇടയിൽ നമ്മളിപ്പം ഡെയിലി ന്യൂസ് പേപ്പേഴ്സ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ തന്നെ കാണാം, മുമ്പൊക്കെ ഫുൾ ആൽക്കഹോൾ അതിന് അഡിക്റ്റ് ആയി എന്നുള്ള രീതിയിലുള്ള വാർത്തകളായിരുന്നു. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഡ്രഗ്സിനെ കുറിച്ച് ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്. ചെറിയ പിള്ളേർ പോലും ഇന്ന് ഡ്രഗ്സിന് അഡിക്റ്റ് ആണ്. ഇപ്പം എന്തുകൊണ്ടായിരിക്കും നമ്മുടെ ഇന്നത്തെ ഒരു യങ്സ്റ്റേഴ്സ് കൂടുതലായിട്ട് ഈ ആൽക്കഹോളിൻ്റെയും ഡ്രഗ്സിൻ്റെ ഒക്കെ പുറകെ പോകുന്നുണ്ടാവുക? എന്തായാലും ഇവർക്കൊക്കെ അറിയാം ഇത് ആരോഗ്യത്തിന് നല്ലതല്ല എന്ന്, എന്നിട്ട് പോലും എന്താണ് ഇവർ ഇത് ചൂസ് ചെയ്യാനായിട്ടുള്ള റീസൺ? അപ്പം അങ്ങനെ ഇപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ഒരു സാധനം ചെയ്യാന്ന് പറയുന്നത് അവരുടെ ഒരു ചോയ്സാണ്. പക്ഷെ എന്നാലും യങ്സ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് എത്രമാത്രം ഇത് നല്ലതാണ് ചീത്തയാണെന്നുള്ള ഒരു തീരുമാനം എത്തുന്നതിന് മുന്നെയാണ് കുറേ പേര് ഇതിലേക്ക് ഒന്ന് അഡിക്ഷൻ ആയിട്ട് പോകുന്നത്. അതായത് സ്റ്റാർട്ട് ചെയ്യുന്നത് പൊതുവെ ഇങ്ങനെ ആയിരിക്കും. നമ്മൾ ഇതൊന്ന്
ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, ഇതൊന്ന് അടിച്ചു നോക്കാം. അല്ല ഒരു സിഗരറ്റ് ആണെങ്കിലും അല്ലെ ഒരു ഡ്രഗ് ആണെങ്കിലും ഇനി ആൽക്കഹോൾ ആണെങ്കിലും ഏതൊരു കാര്യമാണെങ്കിലും എങ്ങനെയായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഒന്ന് കുടിച്ചു നോക്ക് എന്ന് പറയാനൊരു സുഹൃത്ത് കൂടെ ഉണ്ടാവും. അതിങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ കുടിച്ചു നോക്കാൻ ടെസ്റ്റ് ചെയ്തിരുന്ന് തുടങ്ങി പതിയെ അത് ഓക്കെ, അവരെ കൂടെ മീറ്റ് ചെയ്യുമ്പോൾ അതൊരു ശീലമായി മാറുകയും പിന്നെ ഒക്കേഷണലായിട്ട് നമ്മളത് ഉപയോഗിക്കും. ഇതിന് ശേഷം എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഇനി അവരുടെ കൂടെ മീറ്റ് ചെയ്തില്ലെങ്കിലും ഇത് ഒറ്റയ്ക്ക് എടുക്കാനുള്ളവരെ ഇതിലാണ് ഒരു പതിയെ ഒരു അഡിക്ഷന്റെ ഒരു ലൈൻ ഇങ്ങനെ പോകുന്നത്. അത് തുടങ്ങുന്നത് ഇതൊന്ന് കുടിച്ചു നോക്കാം എന്ന് തുടങ്ങുന്ന ആ ദിവസത്തിലായിരിക്കും. അപ്പൊ ഇത് നമ്മള് ഇപ്പം എന്താ അഡൾട്ട്സ് ആണെങ്കിൽ പോലും ആൽക്കഹോള് മോശമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ചൂസ് ചെയ്ത് തന്നെയല്ലേ നമ്മളത് കൺസ്യൂം ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ പിള്ളേർക്ക് അത് മനസ്സിലാക്കാനുള്ള ഒരു പ്രായം ഒന്നില്ല. പിന്നെ എൻ്റെ ചുറ്റുപാടുള്ള എല്ലാവരും അത് ചെയ്യുന്നു, അപ്പൊ അതിനെന്താ തെറ്റ് എന്നുള്ളൊരു തോന്നലാണ് വരുന്നത്. അതേപോലെ തന്നെയാണ് ഡ്രഗ്സിന്റെ പുറകെ പോകുന്നത്. ഒത്തിരി ന്യൂസാണ് ഇപ്പൊ നമ്മള് ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ആൽക്കഹോൾ ഡ്രഗ്സ് പോലെ തന്നെ അത്രയും ഡേഞ്ചർ ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഇന്നത്തെ ആൾക്കാരുടെ ഫുഡ് ഹാബിറ്റ്സ്. ജങ്ക് ഫുഡ്, കാര്യങ്ങൾ, ഷവർമ, അങ്ങനെ ഒത്തിരി. അപ്പൊ അതും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഇതിന്റെ പുറകെ പോകുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരു ഇതില് യങ്സ്റ്റേഴ്സിന് ഡോക്ടർക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്താണ്? ഇപ്പൊ ഡയറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ കടയിൽ പോയിട്ട് തന്നെ ഫുഡ് കഴിക്കേണ്ട ഒരു സിറ്റുവേഷൻ അല്ലല്ലോ. ഇപ്പൊ നിങ്ങൾ സ്വിഗ്ഗി, സൊമാറ്റോ തുറക്കുമ്പോൾ നിങ്ങളുടെ ഡോർ സ്റ്റെപ്പിൽ വിത്തിൻ 10 minutes ഫുഡ് എത്തും. എന്ത് ജങ്ക് ഫുഡ് ആണെങ്കിലും ഹെൽത്തി ആണെങ്കിലും എന്താണെങ്കിലും ഉള്ള ഓപ്ഷൻസ് എല്ലാം ഡോർ സ്റ്റെപ്പിൽ എത്തുന്ന ഒരു അവസ്ഥയിലാണ്. അപ്പം നിങ്ങൾ ഇപ്പം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ മെയിനായിട്ട് പറയുന്നത് നമ്മുടെ ബോഡി ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളൊരു ആക്ടിവിറ്റി കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഡെയിലി ഒരു 30 minutes ഒരു എക്സസൈസ്. ഹെവി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ പോലും നിങ്ങളുടെ ബോഡിയും മൂഡും എല്ലാം കൂടെ റെഗുലേറ്റ് ചെയ്യാൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന എക്സസൈസ്. പക്ഷേ കുറേ ഫുഡ് കഴിച്ചുകൊണ്ട് ഈ 30 minutes നമുക്ക് എങ്ങനെ ഇൻടേക്ക് ചെയ്യണേ അതും കൂടെ ശ്രദ്ധിക്കണം. പിന്നെ എല്ലാം സ്വന്തം വിൽ പവർ കൊണ്ട് തന്നെയാണ്. ഓവറായിട്ട് എത്ര നമ്മൾ ഒരുപാട് ഫുഡ് കഴിച്ചിട്ടും പിന്നെ കൂടുതൽ നേരം വർക്കൗട്ട് ചെയ്യണേല് വലിയ കാര്യമില്ല എന്നാണോ പറയുന്നത്? ഇല്ല, നിങ്ങൾ കുറേ കാലറീസ് ആവശ്യത്തിൽ കൂടുതൽ കൺസ്യൂം ചെയ്യുവാണ്. എന്നിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നു, ഓക്കെ 30 minutes, പക്ഷെ എന്നാൽ അതൊരു ബാലൻസിലേക്ക് ഒരിക്കലും എത്തൂല. അപ്പൊ നിങ്ങൾ കൺസപ്ഷനും അതിന്റെ ഒപ്പം കുറയ്ക്കണം. നമ്മൾ 30 minutes വർക്കൗട്ട് ചെയ്യുമ്പോൾ ബേൺ ചെയ്യുന്ന കാലറിനെക്കാളും കൂടുതലാണ് നമ്മൾ ഈ കഴിക്കുന്ന ഫുഡിൽ നിന്ന് നമുക്ക് കിട്ടണത്. അതെ. അപ്പോൾ നിങ്ങൾ ഡെയിലി ഒരു 30 minutes വർക്കൗട്ട് എന്നുള്ളത് യങ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അതിലും കൂടുതൽ ചെയ്യാം. നമ്മൾ ഈ അഡൾട്ട്സിനാണ് ഈ 30 minutes പറയുന്നത്. അത് മിനിമം ആയിട്ട് അത്രയെങ്കിലും ഒരു ദിവസം ഒരു ആക്ടിവിറ്റി ചെയ്യണം എന്നാണ്. വാക്കിങ്ങോ റണ്ണിങ്ങോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും വേറെ സ്പോർട്സ് ആക്ടിവിറ്റി അറിയാം, അല്ലെങ്കിൽ ഒരു ഡാൻസിങ്, സുംബ, ഇപ്പൊ കുറേ ഉണ്ടല്ലോ. അതിൽ ഏതെങ്കിലും ഒരു ചൂസ് ചെയ്തിട്ട് നിങ്ങളൊരു 30 minutes അതിനോട് സ്പെൻഡ് ചെയ്യാം ഡെയിലി. പിന്നെ ചിലരൊക്കെ ആൽക്കഹോൾ കൺസംഷന് പല റീസൺസ് ആണ് പറയുക. ചിലർ പറയും എക്സാമിൽ പാസ്സായി, അല്ലെങ്കിൽ പുതിയ ബൈക്ക് വാങ്ങിയതിന്റെ ചിലവ്, അല്ലെങ്കിൽ സന്തോഷം വന്നാലും ദുഃഖം വന്നാലും എന്ത് കാരണത്തിനും മദ്യം ഇതിന് പുറകെ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ശരിക്കും ഇവര് എന്തിനാണ് ഇതിന്റെ പുറകെ പോകുന്നത്? ചിലർ പറയും ടെൻഷനാണോ, ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ടാന്നൊക്കെ. അങ്ങനെ ഈ ആൽക്കഹോൾ കുടിച്ചു കഴിഞ്ഞാൽ ഉറക്കം കിട്ടുമോ? ആൽക്കഹോൾ അതൊരു റീസൺ ആണ്. അതായത് എനിക്ക് ഭയങ്കര ക്ഷീണമാണ്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ആൽക്കഹോൾ കുടിച്ച് ഉറങ്ങുമ്പോൾ ഞാൻ നല്ലോണം ഉറങ്ങും, അല്ലെങ്കിൽ എനിക്ക് ഉറക്കം കിട്ടുന്നില്ല. പക്ഷെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ ആൽക്കഹോൾ കുടിക്കുന്നത് കൊണ്ട് സംഭവിക്കുന്നത്. നിങ്ങളുടെ സ്ലീപ്പ് ഡിസ്റപ്റ്റ് ആവുകയാണ്. നമുക്കൊരു സ്ലീപ്പ് സൈക്കിൾ ഉണ്ട്. നോർമലായിട്ട് നമ്മൾ സ്ലീപ്പ് ചെയ്യുമ്പോൾ അത് ഒരു 4-5 സ്റ്റെപ്പിലാണ്. അതിൽ മെയിൻ ആയിട്ട് REM സ്ലീപ്പ് എന്നുള്ളത്, റാപ്പിഡ് ഐ മൂവ്മെന്റ് എന്നുള്ള ഒരു സംഭവം. ഈ മൂവ്മെന്റിന്റെ ടൈം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റാ. ഇത് നമ്മളെ ഈ ടൈമിലെ സ്ലീപ്പ് നമ്മുടെ മെമ്മറി, പിന്നെ നമ്മുടെ ഡ്രീം സ്റ്റേജ് എന്നാണ് ഇതിന് പറയുന്നത്. ഈ സ്ലീപ്പ് ഡിസ്റപ്റ്റ് ആയിക്കൊണ്ടാണ് നിങ്ങളുടെ ആൽക്കഹോൾ കൺസപ്ഷൻ, അതാണ് ഡിസ്റപ്റ്റ് ചെയ്യുന്നത്. ഇതുകൊണ്ട് എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഇമ്മീഡിയറ്റ്ലി ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുമ്പോൾ നോക്കൗട്ട് ആവും. ഓക്കെ, സ്ലീപ്പ് ചെയ്തു. പക്ഷേ ഇത് ആ ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് സ്ലീപ്പിന്റെ എഫക്റ്റ് ഒരിക്കലും തരില്ല. ഇത് തന്നെ ഫർദർ കണ്ടിന്യൂ ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി വേഴ്സൺ ആയിട്ട് ആൽക്കഹോൾ ഇല്ലാതെ ഇനി എനിക്ക് ഉറങ്ങാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥയിൽ. അപ്പൊ ആൾക്കാരിങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഓക്കെ ഞാനിത് കഴിക്കുമ്പോൾ എനിക്ക് മയക്കം വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഉറങ്ങി പോകുന്നുണ്ടെന്ന് വിചാരിച്ചാൽ നിങ്ങളുടെ ബോഡി ശരിക്കും ആ ഒരു പ്രോപ്പർ സ്ലീപ്പ് സൈക്കിളിന്റെ കൂടെ അല്ല പോകുന്നത്. അപ്പോൾ ഒരിക്കലും ആൽക്കഹോൾ കഴിച്ചത് കൊണ്ട് നിങ്ങൾക്ക് നല്ല സ്ലീപ്പ് കിട്ടി എന്ന് ഒരിക്കലും ഇല്ല. നേരെ ഓപ്പോസിറ്റ് ആണ്. നമ്മൾ പതിയെ ആ ഹാബിറ്റ് ടേപ്പർ ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് പിന്നെ നമ്മൾ പറയുന്നത് പ്രോപ്പർ സ്ലീപ്പ് ഹൈജീൻ.
സ്ലീപ്പ് ഹൈജീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 1 hour ബിഫോർ സ്ലീപ്പ് എന്തായാലും ഫോണ് മാറ്റി വെക്കണം. നമ്മൾ ഒരുപാട് ലൈറ്റിൻ്റെ ഒരു എക്സ്പോഷർ കിട്ടുമ്പോൾ അത് സ്ലീപ്പ് ഒരുപാട് ഡിസ്റപ്റ്റ് ചെയ്യും. നിങ്ങൾ ഒരു ലൂക്ക് വാം വാട്ടറിൽ ഒരു ബാത്ത് എടുക്കാം, അങ്ങനെ കാം ആയിട്ടിരിക്കുക, അങ്ങനെ വേണം ഉറങ്ങാൻ. പിന്നെ രാത്രി ഭക്ഷണം കഴിക്കുന്നതും ഡിന്നർ ടൈം നമ്മൾ വളരെ ലേറ്റ് ആയിട്ട് ഭക്ഷണം കഴിക്കുമ്പോഴും നമുക്ക് സ്ലീപ്പിന് ഒരു പ്രോബ്ലം വരും. അപ്പോൾ ഈ സ്ലീപ്പ് ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ സ്ലീപ്പ് റെഗുലേറ്റ് ചെയ്ത് പോകേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം എന്തെങ്കിലും മെഡിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ അവരുടെ പ്രിസ്ക്രിപ്ഷൻ അണ്ടറിൽ അത് സ്റ്റാർട്ട് ചെയ്യുക. അല്ലാതെ ആൽക്കഹോൾ കൊണ്ട് നിങ്ങൾ സ്ലീപ്പ് കിട്ടും അത് വേണം എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ഒരു സൊല്യൂഷൻ അല്ല. സുഭാഷിനി വീഡിയോസ് ചെയ്ത് തുടങ്ങിയപ്പം ചില ഫ്രണ്ട്സ് പോലും നെഗറ്റീവ് പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ? അതെ അതെ. പക്ഷെ നമ്മുടെ പ്രൊഫഷൻ ഒരു ഭാഗത്ത്, നമ്മുടെ പേഴ്സണൽ ലൈഫ് മറ്റൊരു ഭാഗത്ത്, രണ്ടും കൂടെ അവിടെ മിക്സപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല ആളുകൾക്ക്. ഇത് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ല. ഒരുപാട് പേർക്ക് ഇപ്പം നമ്മുടെ മെഡിക്കൽ ഫീൽഡിലുള്ള ഒരുപാട് പേർക്ക് തന്നെ ഒത്തിരി ആഗ്രഹങ്ങളും താല്പര്യങ്ങളൊക്കെ ഉണ്ടാവും. അവർക്ക് പല ഹോബീസ് ഉണ്ടാവും, ഒരുപാട് സ്കിൽസ് ഉണ്ടാവും. ഫുൾ ടൈം പ്രൊഫഷൻ ഇത് മാത്രം ഫോക്കസ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ ഈവൻ ഒരു ഡോക്ടർ ആണെങ്കിൽ പോലും അവരുടെ മെന്റൽ ഹെൽത്തിനെയും ബാധിക്കുമല്ലോ. അപ്പോൾ ഇനി വരുന്ന ഈ മെഡിക്കൽ സ്റ്റുഡൻസിന് ഡോക്ടർക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്താണ്? മെഡിക്കൽ സ്റ്റുഡൻസിന് ഇനി കരിയർ മെഡിസിന് പഠിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഓൺ ടൈം, നിങ്ങളുടെ സ്പേസ്, നിങ്ങളുടെ ആക്ടിവിറ്റി, എന്തെങ്കിലും കാര്യങ്ങൾ അതിന് സമയം കൊടുക്കുക. കൂടുതൽ വർക്ക്, എപ്പോഴും വർക്ക് എന്നുള്ള രീതിയിൽ അല്ലെ ഉറക്കം കളഞ്ഞുകൊണ്ടുള്ള ബേൺ ഔട്ടിലേക്ക് ഒരിക്കലും പോരുത്. നിങ്ങളുടെ സെൽഫായിട്ടുള്ള സമയം, ഇപ്പം നിങ്ങളുടെ ഹാപ്പി ടൈം വിത്ത് ഫാമിലി ആണെങ്കിൽ ഫാമിലി, അല്ലെങ്കിൽ നിങ്ങളുടെ ഹാപ്പി ടൈം വേറെ എന്തെങ്കിലും ട്രാവലിംഗ് ആണെങ്കിൽ അങ്ങനെ, അതിനും കൂടി ഒരു ചെറിയ സമയം കീപ്പ് ചെയ്തുകൊണ്ട് മാത്രം വർക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഇനി ഫ്യൂച്ചറിൽ നിങ്ങൾ കുറേ റിഗ്രറ്റ് ചെയ്യും, അയ്യോ ഇത്രയും പ്രായം ഇനി ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്നുള്ളൊരു അവസ്ഥയിലെത്തും. അപ്പം അതാണ് എനിക്ക് പറയാനുള്ളത്. എനിക്കത്ര പ്രായമായിട്ടില്ല, എന്നാലും ഞാൻ പറയാം. ഓക്കെ. അപ്പോൾ നമ്മുടെ കൂടെ ഇത്രയും ടൈം ചെലവഴിച്ചതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ്.